ഹലോ സുന്ദരികളെ സുന്ദരന്മാരെ, ഞാൻ വീണ്ടും എത്തി. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയതിൻ്റെ അകത്ത് പാക്കുകളെ പറ്റി പറഞ്ഞില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പാക്ക് ഞാൻ പറഞ്ഞില്ല, അതൊരു വേറെ ദിവസത്തേക്ക് മാറ്റിയതാണ്. ഹെന്ന, മൈലാഞ്ചി ഇല അരച്ചിടുന്നതും മൈലാഞ്ചി പൊടി മിക്സ് ചെയ്തിടുന്ന തരവും എല്ലാം ഹെന്നയ്ക്കകത്ത് ഉൾപ്പെടും. ചില ആൾക്കാർ മൈലാഞ്ചി കല്ലിൽ അരച്ച് അല്ലെങ്കിൽ മിക്സിയിൽ അരച്ചാണ് തലയിൽ പുരട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ഓറഞ്ച് കളർ ആണ് മുന്നോട്ട് നിൽക്കുന്നത്. മാത്രമല്ല മുടി ഡ്രൈ ആയി പോകാൻ ഇടയുണ്ട്. പിന്നെ അങ്ങനെ ഡ്രൈ ആകാതിരിക്കാനായിട്ട് 1-2 ടിപ്പുകൾ പറഞ്ഞുതരാം. കല്ലിൽ അരയ്ക്കുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് അരയ്ക്കുക. കൂട്ടത്തിൽ അരച്ചെടുത്തതിന് ശേഷം വെള്ളം തൊടാതെ തൈര് 2 ടേബിൾ സ്പൂൺ തൈരോ അല്ലെങ്കിൽ അര സ്പൂൺ നാരങ്ങ മുറി, സ്പൂണല്ല അരമുറി നാരങ്ങ പിഴിഞ്ഞതോ ഒക്കെ ചേർത്ത് കല്ലിൽ അരച്ചെടുക്കുക. അതിന് ശേഷം ഒരു 4-5 തുള്ളി യൂക്കാലിപ്റ്റസിൻ്റെ ഓയിൽ ഒഴിക്കുക. കൂട്ടത്തിൽ മുട്ട മുഴുവനും എടുത്ത് നന്നായിട്ട് അടിച്ച് കലക്കി, അത് ഉപയോഗിക്കാൻ നേരം മതി, അടിച്ച് കലക്കിയിട്ട് അത് ഉപയോഗിക്കാൻ നേരം അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് തലയിൽ പുരട്ടുക. ഇനി അരച്ചൊരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാര്യം ഉടനെ ഉപയോഗിക്കുമ്പോഴും ഈ ഡ്രൈ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ എന്നാലും തൈരോ അല്ലെങ്കിൽ മുട്ടയോ ഒക്കെ ചേരുമ്പോൾ മുടിക്ക് അത്രയും ഡ്രൈനെസ് വരില്ല. മുടി നല്ല നാടൻ മുട്ടയാണെങ്കിൽ നല്ല സിൽക്കി ആയിട്ട് കിടക്കും, നല്ല തിളക്കമുള്ള രീതിയിൽ കിടക്കും. അപ്പോൾ അത് സാധാരണ മൈലാഞ്ചി തന്നെ രാത്രി ഇട്ടാൽ ചുമക്കുന്ന മൈലാഞ്ചിയും പകലിട്ടാൽ ചുമക്കുന്ന മൈലാഞ്ചിയും ഉണ്ട്. നമ്മുടെ വീട്ടുമുറ്റങ്ങളിൽ കിളിച്ച് നിൽക്കുന്ന മൈലാഞ്ചി തന്നെ 1-2 തരത്തിലുള്ളതുണ്ട്. അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഹെന്ന പൊടികളും പല വിധത്തിലാണ്. ബ്ലാക്ക് ഹെന്ന എന്ന് പറയുന്നത് കിട്ടുന്നതിൻ്റെ അകത്തും ബർഗുണ്ടി ഹെന്ന എന്ന് പറഞ്ഞ് കിട്ടുന്നതിൻ്റെ അകത്തും പൗഡറിൽ 3% എങ്കിലും കെമിക്കൽ അടങ്ങിയിരിക്കും. അപ്പോൾ എന്നാലേ ആ കളറ് കിട്ടുള്ളൂ. അല്ലാതെ അതിൻ്റെ അകത്ത് ബീട്രൂട്ടിൻ്റെ പൊടി ചേർന്നതോ ഒന്നും അല്ല നമ്മൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഹെന്നയിൽ കിട്ടുന്ന ചുമന്ന കളറ്. അത് തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് 3% കെമിക്കൽ ഉണ്ടാവും. അത് സാധാരണ അങ്ങനെ വലിയ അലർജി ഉണ്ടാകുന്ന കെമിക്കലൊന്നും അല്ല. അതുകൊണ്ട് അമോണിയ അങ്ങനെയുള്ള PDP അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. പക്ഷേ ബ്ലാക്ക് ഹെന്നയിൽ ഒരുപാട് പേർക്ക് അലർജി വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് കരിനെല്ലിക്ക, കറിവേപ്പില ഒക്കെ ചേർന്ന ഹെന്ന തന്നെയാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പടങ്ങളും പല കവറിൻ്റെ മുകളിൽ കാണുകയും ചെയ്യാം. അതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നര കൂടുകയും ചെയ്യുന്നുണ്ട്, മുടി കരുത്തായിട്ട് വളരുകയും ചെയ്യുന്നുണ്ട് പലർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതിൻ്റെ അകത്ത് കാണുമെന്ന് കരുതാം. എന്നാലും അലർജി പലർക്കും ഉണ്ടാകുന്നുണ്ട് ബ്ലാക്ക് ഹെന്നയ്ക്ക്. ഞാനിനി പറയാൻ പോകുന്ന സാധാരണ ഹെന്ന, ഓർഗാനിക് ഹെന്ന പൗഡർ. ഓർഗാനിക് ഹെന്ന പൗഡറാണ് മുടിക്ക്. ഹെന്നയുടെ എല്ലാ ഗുണങ്ങളും കിട്ടുന്ന ഓർഗാനിക് ഹെന്ന പൗഡറിനാണ്. അപ്പോൾ ആ പൗഡർ അത് ഷഹനാസിനുണ്ട്, ബയോട്ടിക്കിനുണ്ട്, പിന്നെ പല കമ്പനികളും ഓർഗാനിക് ഹെന്ന ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഹെന്ന പൗഡർ മിക്സ് ചെയ്യുന്നത് തന്നെ പല വിധത്തിൽ മിക്സ് ചെയ്യും. അതായത് ഡ്രാൻഡ്രഫ് ഉള്ളവർക്ക് ഒരു തരത്തിൽ, ഇനി മുടി കൊഴിച്ചിൽ കൂടുതലുള്ളവർക്ക് വേറൊരു തരത്തിൽ, മുടി സോഫ്റ്റും സിൽക്കിയും നല്ല സ്മൂത്തുമായിട്ടൊക്കെ കിടക്കാൻ വേണ്ടി ചെയ്യുന്ന, ആരോഗ്യം കിട്ടുന്ന രീതിയിൽ, മുടി കൊഴിച്ചിലൊക്കെ കുറയ്ക്കുന്ന രീതിയിലുള്ള മിക്സിങ് വേറൊരു തരത്തിൽ. ഞാൻ എൻ്റെ പാർലറിലും എൻ്റെ തലയിലും ഉപയോഗിക്കുന്നത് കഷായത്തിൽ മിക്സ് ചെയ്തിട്ടാണ്. ഓർഗാനിക് ഹെന്ന പൗഡർ കഷായത്തിലാണ് മിക്സ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുന്നതിന് മുമ്പാണ് മുഴുവൻ മുട്ട, എൻ്റെ മുടിക്ക് നീളം കൂടുതലായതുകൊണ്ട് 2-3 മുട്ട ഞാൻ ചേർക്കും. 2 മുട്ടയെങ്കിലും, വലിയ മുട്ടയാണ് 2 മുട്ട. അത് നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പിൽ ഈ ഹെന്നയ്ക്കകത്ത് ചേർത്ത് ലൂസാക്കി എടുക്കും. അതുകൊണ്ട് തന്നെ ഒരു ഇഡലി പരുവത്തിനേക്കാളിലും ഒരല്പം കൂടെ മുറുകിയ തരത്തിലാണ് ഞാൻ ഇരുമ്പ് ചട്ടിയിൽ മിക്സ് ചെയ്ത് വയ്ക്കുന്നത്.
കഷായം ഹെന്ന പൗഡർ ആദ്യം ഇടും. എന്നിട്ട് ആവശ്യത്തിന് കഷായം ഒഴിച്ച് മിക്സ് ചെയ്ത് ഇരുമ്പ് ചട്ടിയിൽ തലേദിവസം രാത്രി വയ്ക്കും. പിറ്റേ ദിവസം രാവിലെ മുട്ടയും കൂടെ പതപ്പിച്ച് അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടാണ് തലയിൽ ഇളക്കിയിട്ടാണ് തലയിലും തലയോട്ടിയിലും തലമുടിയിലും മുഴുവനും തേച്ച് പിടിപ്പിച്ച് വയ്ക്കുന്നത്. അതൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ കഴിയുള്ളൂ. 2 മണിക്കൂറെങ്കിലും തലയിൽ അത് വയ്ക്കും. അങ്ങനെയാണ് എൻ്റെ തലയിൽ ഹെന്ന ചെയ്യുന്നത്. ഞാൻ എൻ്റെ പാർലറിലും കഴിയുന്നതും കഷായത്തിൽ തന്നെയാണ് ഹെന്ന മിക്സ് ചെയ്യുന്നത്. ഇനിയും കഷായത്തിൽ തന്നെ ആണെങ്കിൽ പോലും ആ കഷായത്തിൽ ട്രാൻഡ്രഫൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ടീ ട്രീ ഓയിലും ചേർക്കും. ഒരു 2-3 തുള്ളി അരോമ തെറാപ്പിയുടെ ടീ ട്രീ ഓയിൽ. അത് കോൺസെൻട്രേഷനാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ ചെറിയ ഒരു 10 ml ബോട്ടിൽ കിട്ടുന്ന കോൺസെൻട്രേഷൻ്റെ അകത്താണ് 2 തുള്ളി അല്ലെങ്കിൽ 1 തുള്ളി അത് എടുക്കുന്ന അളവിനനുസരിച്ച് ടീ ട്രീ ഓയിൽ ചേർക്കും. അതിൻ്റെ കൂടെ യൂക്കാലി ഓയിലും ചേർക്കും. ഈ കഷായം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? എല്ലാ പച്ചമരുന്നുകളും കിട്ടാവുന്ന എല്ലാ പച്ചമരുന്നുകളും തലമുടിക്ക് നല്ലതും. ഞാൻ പറഞ്ഞിട്ടുണ്ട് താളിയുടെ കാര്യം. താളിക്കൊക്കെ ഉപയോഗിക്കുന്ന പച്ചമരുന്നിൻ്റെ എല്ലാ പച്ചമരുന്നുകളുടെയും വീഡിയോ അതിൻ്റെ അകത്ത് വന്നിട്ടില്ല. എന്നാലും കരിഞ്ജീരകം, ഉലുവ, നമ്മുടെ കറിവേപ്പില, നെല്ലിക്ക, കയ്യോന്നി, കയ്യോന്നി കിട്ടുന്ന സമയത്ത് ബ്രഹ്മി കാണില്ല, ബ്രഹ്മി കിട്ടുന്ന സമയത്ത് കയ്യോന്നി കാണില്ല. എന്നാലും കിട്ടുമെങ്കിൽ കയ്യോന്നിയും ബ്രഹ്മിയും, മുക്കൂറ്റി, കുറുന്തോട്ടിയല, പൂവാങ്കുറുന്നൽ, മുയൽ ചേവിയൻ, ചെമ്പരത്തിപ്പൂവ്, ചുമന്നുള്ളി, അലോവേര, അങ്ങനെ കിട്ടുന്ന മിക്കവാറും എൻ്റെ വീട്ടിൽ കിട്ടുന്ന തെറ്റിപ്പൂവ് തുടങ്ങിയ കുറേ സാധനങ്ങൾ ചേർത്തിട്ട് ആണ് കഷായം ഉണ്ടാക്കുന്നത്. അത് ഏകദേശം ഒരു 1.5 ലിറ്റർ വെള്ളത്തിൽ ഇതെല്ലാം ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുമ്പോൾ ഒരു പിടിയോളം ഒരു 50 1 ലിറ്റർ 1.5 ലിറ്റർ 2 ലിറ്റർ വെള്ളം എടുക്കും. അതിൻ്റെ അകത്ത് ഒരു 50 ഗ്രാമ്പുമെങ്കിലും ഞാൻ ചേർക്കും. പിന്നെ കാപ്പിപ്പൊടിയും ചായപ്പൊടിയും ഒരു 4 സ്പൂൺ വെച്ച്, വലിയ ടേബിൾ സ്പൂണിന് 4 അല്ലെങ്കിൽ വലിയ ടേബിൾ സ്പൂണിലാണെങ്കിൽ 3 ടേബിൾ സ്പൂണെങ്കിലും ചേർക്കും. എന്നിട്ടിതെല്ലാം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു 1.5 ലിറ്ററൊക്കെ പകുതി വറ്റിക്കത്തില്ല, എന്നാലും ഏകദേശം കുറേ നേരം ചെറു തീയിൽ തിളച്ച് കഴിഞ്ഞാൽ തീ കുറച്ചിട്ടിട്ട് എങ്ങനെ പോയാലും 1 മണിക്കൂർ നേരം ഗ്യാസിൽ ഏറ്റവും കുറഞ്ഞ തീയിൽ ഇട്ടേക്കും. എന്നിട്ട് തണുക്കുമ്പോൾ അത് ഊറ്റി പിഴിഞ്ഞെടുക്കും. അതായത് കരിനെല്ലിക്കയാണെങ്കിൽ കറുത്ത നെല്ലിക്ക, ഉണക്കനെല്ലിക്ക, കരിനെല്ലിക്കയല്ല ഉണക്കനെല്ലിക്ക മാർക്കറ്റിൽ കിട്ടുന്ന അതൊക്കെ ആണെങ്കിൽ പിഴിഞ്ഞ് തന്നെ എടുക്കണം. പച്ച നെല്ലിക്ക ചേർക്കുകയാണെങ്കിൽ ഞാനൊക്കെ നെറ്റിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് നെറ്റ് വെച്ചേക്കുക, അതെടുത്തിട്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ട് കിഴി പോലാക്കി പിഴിഞ്ഞെടുത്തിട്ടാണ് ഈ കഷായം കുപ്പിക്കകത്ത് ആക്കി തണുക്കുമ്പോൾ ഫ്രിഡ്ജ് വെച്ച് വയ്ക്കും. അതിലാണ് പാർലറിലെ ആവശ്യത്തിന് എണ്ണ മിക്സ് ചെയ്യുന്നത് ഇതുപോലെയാണ്. ഒരു 4 മണിക്കൂറോ 3 മണിക്കൂറോ, രാവിലെ പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഇടത്തക്കത്തിൽ ഇരുമ്പേട്ടിക്കകത്ത് മിക്സ് ചെയ്തിട്ടാണ് അത് ആൾക്കാർക്ക് തലമുടിയിൽ പുരട്ടുമ്പോൾ തലയോട്ടിയാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്. പിന്നെ മുടിയും അത് നരയും കവർ ചെയ്യും. പിന്നെ ഒരുപാട് നരയുള്ളവർക്കാണ് ഒരു ചുവപ്പ് കളറ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മുട്ട ചേർക്കുകയുള്ളൂ, നാടൻ മുട്ട. അതിൻ്റെ കൂടെ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസും ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് പിഴിഞ്ഞ് വെച്ചത് അതിൻ്റെ അകത്തോട്ട് ചേർക്കും. എന്നിട്ട് അത് ഇളക്കിയിട്ടാണ് നരയുള്ളവർക്ക്, അതായത് കുറച്ചുകൂടെ കളറ് കിട്ടണം എന്നുള്ളവർക്ക്, അങ്ങനെയാണ് ഞാൻ എൻ്റെ പാർലറിൽ ഉപയോഗിക്കുന്നത്. നര അധികം ഇല്ലെങ്കിൽ സാധാരണ രീതിയിൽ അവിടെ എവിടെയൊക്കെ ഉള്ളൂ, അടുപ്പിച്ച് നരയില്ല എന്നുണ്ടെങ്കിൽ അത് ബീട്രൂട്ടിൻ്റെ നീര് ചേർക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഹെന്നയ്ക്കാണ് എല്ലാ ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ചൂടും തണുപ്പും എല്ലാം മാറിയും തിരിഞ്ഞ് ഒക്കെ വേണം നോക്കണം. തണുപ്പ് മാത്രമായിട്ട് എടുക്കരുത്, ചൂട് മാത്രമായിട്ട് എടുക്കരുത്, ഓരോ എണ്ണ കാച്ചുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അതുപോലെ ഈ കഷായം ഉണ്ടാക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ ഹെന്നയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക്
അത്രയും വലിയ ശ്രദ്ധയില്ലെങ്കിലും കുഴപ്പമില്ല. കാര്യം നമ്മൾ ചേർക്കുന്ന ഗ്രാമ്പുവാണ്. അപ്പം മറ്റേ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വയ്ക്കുന്ന ഓർഗാനിക് അല്ലാത്ത പൗഡർ വാങ്ങിക്കുകയാണെങ്കിൽ സാധാരണ കട്ടൻ ചായയോ അല്ലെങ്കിൽ കട്ടൻ ചായയും പൊടിയും കാപ്പിപ്പൊടിയും കൂടെ വേണമെങ്കിൽ ഇട്ടിട്ട് രണ്ടും കൂടെ ചേർത്തിട്ട് വെള്ളം തിളപ്പിക്കുമ്പോഴും ഒരു 5 6 ഒരാൾക്ക് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഒരു 2 കപ്പ് വെള്ളം വയ്ക്കുകയാണെങ്കിൽ ഒരു 4 5 ഗ്രാമ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതൊരു 1.5 ഗ്ലാസ് ആകുമ്പോൾ അതെടുത്ത് ഊറ്റിയെടുത്തിട്ട് അത് തണുത്തതിന് ശേഷമാണ് പൊടിയിട്ട് മിക്സ് ചെയ്യുന്നത്. അത് കഷായം ആണെങ്കിലും നമ്മൾ തണുത്ത കഷായം തന്നെ ഇപ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ ഞാൻ മിക്സ് ചെയ്യില്ല. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരത്തെ പുറത്ത് വയ്ക്കാം ആവശ്യത്തിനുള്ളത്. എന്നിട്ടാണ് റൂം ടെമ്പറേച്ചർ ആകുമ്പോഴാണ് അത് മിക്സ് ചെയ്യുന്നത്. എന്നിട്ടും ഒരു 4 മണിക്കൂർ ഹെന്ന ഇരുമ്പ് ചട്ടിക്കകത്ത് വെച്ചിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഹെന്നയ്ക്കാണ് എല്ലാത്തരം ഗുണവും കിട്ടുന്നത്. മുടി വളരും, മുടി കൊഴിച്ചിൽ നിൽക്കും, താരനുണ്ടാവില്ല, മുടിക്ക് ഹെൽത്ത് കിട്ടും, മുടി പൊട്ടിപ്പോകുന്നത് കുറയും, മുടി സിൽക്കിയാവും. പക്ഷേ ഇപ്പോൾ വേറൊരു കാര്യമുണ്ട്. മാർക്കറ്റിൽ കിട്ടുന്ന ഡൈ പോലുള്ള അല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ട ആൾക്കാർക്ക് ഹെന്ന ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാര്യം ഹെന്ന ഒരു കോട്ടിംഗ് ആയിട്ട് മുടിയെ സംരക്ഷിക്കും. ഹെന്നയുടെ കോട്ടിങ് വലിയ കെമിക്കലിനെ കടത്തിവിടില്ല, മുടിക്ക് ഉള്ളിലേക്ക് കടത്തിവിടില്ല. അതുകൊണ്ട് ഹെന്ന ചെയ്ത മുടിയിൽ കളറ് ചെയ്താൽ പിടിക്കാൻ പ്രയാസമാണ്. കാര്യം ഈ കോട്ടിങ് കിടക്കുന്നതുകൊണ്ട് പിടിച്ചാലും ആദ്യം ലാസ്റ്റ് ചെയ്യില്ല. അപ്പോൾ കളർ ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം കളറ് ചെയ്തതിന് ശേഷമേ ഹെന്ന ചെയ്യാവൂ. ഹെന്ന ചെയ്തിട്ട് കളർ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരു 2 3 മാസം കഴിയാതെ അതിൽ നന്നായിട്ട് കളറ് പിടിക്കില്ല. കളറ് പിടിച്ചാലും ലാസ്റ്റ് ചെയ്യില്ല. അതുപോലെ വേറെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് മുടി സ്ട്രെയിറ്റനിങ് ചെയ്യാനോ സ്മൂത്തനിങ് ചെയ്യാനോ നാനോപ്ലാസ്റ്റി ചെയ്യാനോ അല്ലെങ്കിൽ കെരാറ്റിൻ ചെയ്യാനോ അങ്ങനെയുള്ള എന്ത് കാര്യം ചെയ്യാൻ പോയാലും ഈ ഹെന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഹെന്ന ചെയ്ത മുടി അവർ പറയും ഒരു 6 മാസം കഴിയാതെ പാർലറുകാർ അതിൻ്റെ പുറത്തേക്ക് ഇതൊന്നും ചെയ്യണ്ടെന്ന് പറയും. കാര്യം വേറൊന്നുമല്ല, അത്രത്തോളം ഹെന്ന പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്, കെമിക്കലിനെ കടത്തിവിടാതെ മുടിയെ സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കമ്പനിക്കാരെല്ലാം ബ്യൂട്ടീഷ്യന്മാരെ ബോധവൽക്കരിക്കാൻ ക്ലാസ് നടത്തും. അപ്പോൾ അവർ പറയും മുടിയിൽ എണ്ണ പുരട്ടുന്നത് മുടിക്ക് ദോഷമാണ്, ഹെന്ന ചെയ്ത മുടിക്ക് ദോഷമാണ്, ഹെന്ന ചെയ്ത മുടി റഫായി പോകും, ഓയിൽ പുരട്ടിക്കഴിഞ്ഞാൽ മുടിയിൽ ചെളിയും പിടിച്ച് താരനും വരും, പ്രശ്നങ്ങളാണ് ഓയിൽ പുരട്ടുന്നത്. പക്ഷേ ഓയിൽ പുരട്ടുന്നതും ഹെന്ന ചെയ്യുന്നതും പ്രശ്നമാകുന്നത് അവരുടെ കെമിക്കൽസ് വേണ്ട വിധത്തിൽ ലാസ്റ്റ് ചെയ്യാത്തത് കൊണ്ടും അല്ല കെമിക്കലൊന്നും കടത്തിവിടാത്ത പ്രൊട്ടക്ഷൻ ചെയ്യുന്നത് കൊണ്ടുമാണ് ഈ പ്രശ്നങ്ങളെല്ലാം അവർ പറഞ്ഞു പഠിപ്പിക്കുന്നത്. എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ തലയിൽ ഓയിലും പുരട്ടുന്നുണ്ട്, ഹെന്നയും ചെയ്യുന്നുണ്ട്. എൻ്റെ മുടി അധികം നരച്ചിട്ടില്ല, അതെ അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി നരയുണ്ട്. വയസ്സ് 60 ആകാൻ പോകുന്നു. എന്നിട്ടും നര വളരെ കുറച്ച് നര മാത്രമേ ഉള്ളൂ. അത് ഹെന്നയ്ക്കകത്ത് കവർ ചെയ്യാവുന്ന നരയുള്ളൂ. ഇതുവരെ ഞാൻ എൻ്റെ തലയിൽ ഒരു കെമിക്കലും ഉപയോഗിച്ചിട്ടില്ല. ഷാമ്പു ഉപയോഗിച്ചിട്ടുണ്ട്, കണ്ടീഷണർ ഉപയോഗിച്ചിട്ടുണ്ട്. യാത്ര പോകുമ്പോൾ ചില ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഷാമ്പും കണ്ടീഷണറും മിക്കവാറും എല്ലായിടത്തും ഹെർബൽ തന്നെയാണ് കിട്ടുന്നത്. അല്ലാത്തതും ആ സമയങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു തരത്തിലുള്ള കളറിങ് ഞാൻ എൻ്റെ മുടിയിൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു ദോഷവും ഉണ്ടായിട്ടില്ല. എൻ്റെ തലയിൽ ധാരാളം മുടിയുമുണ്ട്, മുടി ഡ്രൈ ആയി പോയിട്ടില്ല. ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയാണ് ഹെന്നയിൽ വേണ്ട വിധത്തിൽ മറ്റു കാര്യങ്ങളൊക്കെ ചേർക്കുന്നത്. അപ്പോൾ എല്ലാവരും സന്തോഷമായി സമാധാനമായിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കേ.